എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് LSSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോവുമായിട്ടാണ്. 25 ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ലഡാക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ്. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് എവിടെയാണ്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ. അപ്പോൾ നമ്മുടെ ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നത്? ദേശീയ പതാക ഉയർത്തുന്നത്. ഇന്ത്യയിലെ ഏക സ്വർണ്ണഖനി എവിടെ സ്ഥിതി ചെയ്യുന്നു? കോലാർ സ്വർണ്ണഖനി കർണാടകയിലാണ്. ഇന്ത്യയിലെ ഏക സ്വർണ്ണഖനി എവിടെ സ്ഥിതി ചെയ്യുന്നു? കോലാർ ഗോൾഡ് ഫീൽഡ് അല്ലെങ്കിൽ കോലാർ സ്വർണ്ണഖനിയാണത്. അത് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അപ്പോൾ നമ്മുടെ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന കോലാർ സ്വർണ്ണഖനി ആണ് ഇന്ത്യയിലെ ഏക സ്വർണ്ണഖനി എന്നുള്ളത് തിരിച്ചറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം മൂളാർ ശുദ്ധജല തടാകമാണ്. അത് ജമ്മു കാശ്മീരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം മൂളാർ ശുദ്ധജല തടാകം അതെവിടെയാണ്? ജമ്മു കാശ്മീരാണ് എന്നുള്ളത് തിരിച്ചറിയാം. ജമ്മു കാശ്മീരുള്ള മൂളാർ ശുദ്ധജല തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ത്രിവേണി സംഗമസ്ഥാനമായ കന്യാകുമാരി ഏത് ജില്ലയിലാണ്? ഏത് സംസ്ഥാനത്താണ് എന്നുള്ളത് തിരിച്ചു വായിക്കേണ്ടതാണ്. അത് തമിഴ്നാട്ടിലാണ്. ത്രിവേണി സംഗമസ്ഥാനമായ കന്യാകുമാരി ഏത് സംസ്ഥാനത്താണ് കേട്ടോ? സംസ്ഥാനമാണ്, ജില്ലയല്ല. സംസ്ഥാനം തമിഴ്നാടാണ്. ത്രിവേണി സംഗമസ്ഥാനമായ കന്യാകുമാരി ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട്. ബക്രാനങ്കൽ അണക്കെട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ജ്ഞാനപീഠം. നമ്മുടെ ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ജ്ഞാനപീഠം. ആരുടെ ജന്മദിനമാണ് ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത്? ശ്രീനിവാസ രാമാനുജൻ. ഡിസംബർ 22. ആരുടെ ജന്മദിനമാണ് ഗണിത ദിനമായി ആചരിക്കുന്നത്? ശ്രീനിവാസ രാമാനുജൻ. ഡിസംബർ 22. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ ഹിന്ദിയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ദേവനാഗരി ലിപിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഹിന്ദി. ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. രണ്ടാം സ്ഥാനം ബംഗാളിക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. രണ്ടാം സ്ഥാനം ബംഗാളിയാണ്. ഇന്ത്യയിൽ ഏതു ഭാഷയ്ക്കാണ് ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്? തമിഴിനാണ്. മലയാളത്തിന് ഇത് 2013 ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ആദ്യമായിട്ട് ലഭിച്ചത് തമിഴിനാണ്. അത് 2004 തമിഴിന് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നത്. മലയാളത്തിന് ഇത് ലഭിച്ചിട്ടുള്ളത് 2013. ഭാരത സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ഭാരതരത്നമാണ്. ഭാരത സർക്കാർ നൽകുന്ന
ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്നം. നമ്മുടെ ഇന്ത്യയിലത്തെ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും ഉയർന്നിട്ടുള്ള സിവിലിയൻ പുരസ്കാരമാണ് ഭാരതരത്നം. ദേശീയ യുദ്ധസ്മാരകം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന് സമീപമാണ്. ദേശീയ യുദ്ധസ്മാരകം എവിടെയാണ്? അത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന് സമീപമാണ് ഈ ഒരു ദേശീയ യുദ്ധ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ദേശീയ ശാസ്ത്ര ദിനം ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? CV രാമനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ ശാസ്ത്ര ദിനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് CV രാമനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ ശാസ്ത്ര ദിനം ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് CV രാമനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ S രാധാകൃഷ്ണൻ. ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ കായിക ദിനം അല്ലെങ്കിൽ സ്പോർട്സ് ദിനമായി ആചരിക്കുന്നത്? ധ്യാൻ ചന്ദ്, ഹോക്കി താരമാണ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ സ്പോർട്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ധ്യാൻ ചന്ദിന്റെയാണ്. ധ്യാൻ ചന്ദ് ഒരു ഹോക്കി താരമാണ്. കേരള നിയമസഭയുടെ സ്വന്തം TV ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ സഭാ TV ആണ്. കേരള നിയമസഭയുടെ സ്വന്തം TV ചാനലാണ് സഭാ TV. സഭാ TV ആണ് കേരള നിയമസഭയുടെ സ്വന്തം TV ചാനൽ എന്നുള്ളത് ഓർത്തിരിക്കുക. ഭാരതത്തിന്റെ ദേശീയ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള സത്യമേവ ജയതേ എന്ന ആപ്തവാക്യം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? അത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ചിഹ്നത്തില് ആലേഖനം ചെയ്തിട്ടുള്ളത് സത്യമേവ ജയതേ എന്നാണ്. ഈ ഒരു സത്യമേവ ജയതേ എന്നുള്ള ആപ്തവാക്യം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് ചോദിച്ചാൽ യമുനയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന. യമുനയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി. ഉത്തർപ്രദേശിലെ മധുരയിൽ കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ യമുനയാണ്. ഉത്തർപ്രദേശിലെ മധുരയിൽ കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ യമുന. ഉത്തർപ്രദേശിലെ മധുരയിൽ കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി യമുന. ഉത്തർപ്രദേശിലെ മധുരയിൽ കാളിന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി യമുന. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഒഡീഷയിലെ മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനദി ഒഡീഷയിലാണ്. ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ സത്ലജ് നദിയിലാണ്. ഹിമാചൽ പ്രദേശിലാണ് സത്ലജ് നദി. ബക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജിലാണ്. അത് ഹിമാചൽ പ്രദേശിലാണ്. തെഹ്രി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഭഗീരഥി, ഉത്തരാഖണ്ഡ്. തെഹ്രി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഭഗീരഥി, ഉത്തരാഖണ്ഡ്. തെഹ്രി ഡാം ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ഭഗീരഥി, ഉത്തരാഖണ്ഡ്. സർദാർ സരോവർ അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിൽ. ഇത് നർമ്മദ നദിയിലാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. സർദാർ സരോവർ അണക്കെട്ട് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഈ ഒരു സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ലാൽബാഗ് ഉദ്യാനം ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകയിലാണ്. ലാൽബാഗ് ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ഇത്രയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.